പേജസ് അക്കാഡമിയുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പദങ്ങളാണ് സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ് എന്നിവ. മലയാളത്തിൽ നമ്മളതിനെ ആഖ്യ എന്നും ആഖ്യാതം എന്നും പറയുന്നു. സബ്ജക്റ്റ് എന്നാൽ ആഖ്യ, പ്രെഡിക്കേറ്റ് എന്നാൽ ആഖ്യാതം. സോ വാട്ട് ഈസ് സബ്ജക്റ്റ് ആൻഡ് വാട്ട് ഈസ് പ്രെഡിക്കേറ്റ്? എന്താണ് സബ്ജക്റ്റ്, എന്താണ് പ്രെഡിക്കേറ്റ്? അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് അല്ലെങ്കിൽ ഏതിനെങ്കിലും കുറിച്ച് സംസാരിക്കണം. അല്ലാതെ നമുക്ക് സംസാരിക്കാൻ സാധ്യമല്ല. നമ്മൾ ഏതിനെക്കുറിച്ചാണോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണോ എന്തെങ്കിലും സംസാരിക്കുന്നത് അതിനെ നമ്മൾ ആഖ്യ എന്ന് പറയുന്നു, അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നു. ഇംഗ്ലീഷ് പറയുമ്പോൾ ദാറ്റ് എബൌട്ട് വിച്ച് സംതിങ് ഈസ് സെഡ് ഈസ് കോൾഡ് സബ്ജക്റ്റ്. ഏതൊന്നിനെക്കുറിച്ചാണോ എന്തെങ്കിലും പറയുന്നത് അതിനെ സബ്ജക്റ്റ് എന്ന് പറയുന്നു. ദെൻ വാട്ട് ഈസ് പ്രെഡിക്കേറ്റ്? വാട്ട് ഈസ് സെഡ് അബൌട്ട് ദ സബ്ജക്റ്റ് ഈസ് കോൾഡ് പ്രെഡിക്കേറ്റ്. ആഖ്യയെക്കുറിച്ച് എന്ത് പറയുന്നുവോ അതിനെ ആഖ്യാതം എന്ന് പറയുന്നു. സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ എന്താണോ പറയുന്നത് അതിനെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ നോക്കുകയാണ് എങ്കിൽ, ബേർഡ്സ് ഫ്ലൈ. ഇതൊരു സെൻറ്റൻസാണ്. കേവലം 2 വാക്കുകൾ മാത്രമേ ഇതിൽ ഉള്ളൂ എങ്കിലും ഇത് പൂർണ്ണമായ അർത്ഥം തരുന്ന ഒരു സെൻറ്റൻസാണ്. അപ്പോൾ ഈ സെൻറ്റൻസിനെ നമ്മൾ 2ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗം ബേർഡ്സ് എന്നതും രണ്ടാമത്തെ ഭാഗം ഫ്ലൈ എന്നതുമാണ്. ഇപ്പോൾ ബേർഡ്സ് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒബ്ലീക്ക്, ഒരു ചരിച്ചൊരു വര ഇടുന്നു. എന്നിട്ട് ബേർഡ്സിൻ്റെ മുകളിലായി എസ് സബ്ജക്റ്റ് എന്ന് എഴുതുന്നു. ഇനി ഫ്ലൈയുടെ മുകളിലായി PR പ്രെഡിക്കേറ്റ് എന്നും സൂചിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് എന്തെങ്കിലും പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ ബേർഡ്സ് എന്നാണ്. ബേർഡ്സ് എന്ന് മാത്രം പറഞ്ഞാൽ അർത്ഥം പൂർണ്ണമാകുമോ? ഇല്ല. അവിടെ ബേർഡ്സിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഫ്ലൈ എന്നാണ്. സോ ദാറ്റ് എബൌട്ട് വിച്ച് സംതിങ് ഈസ് സെഡ് ഈസ് കോൾഡ് സബ്ജക്റ്റ്. ഏതൊന്നിനെക്കുറിച്ചാണോ എന്തെങ്കിലും പറയുന്നത് അതിനെ സബ്ജക്റ്റ് എന്ന് പറയുന്നു. വാട്ട് ഈസ് സെഡ് അബൌട്ട് ദ സബ്ജക്റ്റ് ഈസ് കോൾഡ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ എന്താണോ പറയുന്നത് അതിനെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ സബ്ജക്റ്റ് എന്നും പ്രെഡിക്കേറ്റ് എന്നും 2ആയി തരംതിരിക്കാം. ഇത് നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിളുകൾ നോക്കാം. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുന്നു, ഇന്ത്യ ഈസ് മൈ കൺട്രി. അപ്പോൾ ഇവിടെ നമ്മൾ എവിടെയാണ് ഒബ്ലിക്ക് കൊടുക്കേണ്ടത്? ഇന്ത്യ എന്ന വാക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ചരിച്ചൊരു വര കൊടുക്കുന്നു. കാരണം ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ പറയുന്നത് ഇന്ത്യയെക്കുറിച്ചാണ്. സോ ദാറ്റ് അബൌട്ട് വിച്ച് സംതിങ് ഈസ് സെഡ് ഈസ് കോൾഡ് സബ്ജക്റ്റ്. ഇവിടെ നമ്മൾ ഏതൊന്നിനെക്കുറിച്ചാണോ എന്തെങ്കിലും പറയുന്നത് അതാണ് സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയെക്കുറിച്ചാണ്. അതുകൊണ്ട് ഇന്ത്യ എന്ന പദം ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റാണ്. ഇനി ഇന്ത്യയെക്കുറിച്ച് നമ്മൾ എന്താണ് പറയുന്നത്? ഈസ് മൈ കൺട്രി, എൻ്റെ രാജ്യമാകുന്നു. അപ്പോൾ അത് ഇന്ത്യ എന്ന പദത്തിനെ കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഈസ് ദ പ്രെഡിക്കേറ്റ് ഓഫ് ദിസ് സെൻറ്റൻസ്. അപ്പോൾ ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇനി മറ്റൊരു എക്സാമ്പിൾ, ദ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഇനാഗുറേറ്റഡ് ദ ഫംഗ്ഷൻ. ദ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഇനാഗുറേറ്റഡ് ദ ഫംഗ്ഷൻ. അപ്പോൾ ഈ സെൻറ്റൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ദ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ. ഈ പദങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒബ്ലിക്ക് കൊടുക്കുന്നത്. കാരണം ഈ പദങ്ങൾ ചേർന്നാണ് ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ആയി മാറുന്നത്. സോ നമുക്ക് പറയാം ദ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഈസ് ദ സബ്ജക്റ്റ് ഓഫ് ദിസ് സെൻറ്റൻസ്. ഇനി ഈ ഓണറബിൾ ചീഫ് മിനിസ്റ്ററിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഇനാഗുറേറ്റഡ് ദ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഇനാഗുറേറ്റ് ചെയ്തു. ഇപ്പോൾ ഇനാഗുറേറ്റ് എന്നുള്ള വേർഡിൻ്റെ സ്പെല്ലിംഗ് നോക്കുക, INAUGURATE, ഇനാഗുറേറ്റ് എന്ന് പറയുന്നു. ദ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഇനാഗുറേറ്റഡ് ദ ഫംഗ്ഷൻ. വി വിൽ ചെക്ക് അനദർ സെൻറ്റൻസ്, തോമസ് ആൽവ എഡിസൺ ഇൻവെൻറ്റഡ് ഇലക്ട്രിക് ബൾബ്. തോമസ് ആൽവ എഡിസൺ ഇൻവെൻറ്റഡ് ഇലക്ട്രിക് ബൾബ്. സോ വെരി ഈസിലി വി ക്യാൻ ഫൈൻഡ് ദ സബ്ജക്റ്റ് ആൻഡ് ദ പ്രെഡിക്കേറ്റ്. അപ്പോൾ നമ്മൾ ധാരാളം സെൻറ്റൻസുകൾ എടുക്കുക. ഈ സെൻറ്റൻസുകളിലെ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും നമ്മളിങ്ങനെ വേർതിരിക്കുക.
സോ ഇറ്റ് ഈസ് എൻ എക്സസൈസ്. അപ്പോൾ ഭാഷ പഠിക്കുമ്പോൾ നമ്മുടെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് മറ്റൊരു ലെവലാണ്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ഭാഷയിൽ പ്രാവീണ്യം നേടാൻ നമുക്ക് വേണ്ടത് പ്രാക്ടീസാണ്. സോ സീക്രട്ട് ഓഫ് ലേണിംഗ് എ ലാംഗ്വേജ് ഓർ ദ മന്ത്ര ഓഫ് ലേണിംഗ് എ ലാംഗ്വേജ് ഈസ് പ്രാക്ടീസ്, പ്രാക്ടീസ്, പ്രാക്ടീസ്. വേറെ ഒരു മന്ത്രവുമില്ല. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് ഭാഷയിലുള്ള പ്രാവീണ്യം നമുക്ക് ഉണ്ടാകും. സോ ഈ ഓരോ സെഗ്മെൻറ്റിലും നമ്മൾ പറയുന്ന എക്സസൈസുകൾ നമ്മൾ ധാരാളമായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ധാരാളമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. സോ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി മൗൾഡ് യുവർ ലാംഗ്വേജ്. സോ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും കുറിച്ചാണ്. അപ്പോൾ ഏത് സെൻറ്റൻസ് കിട്ടിയാലും നമുക്ക് ഈസിലി സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും തിരിക്കാൻ പറ്റും എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്നാൽ എല്ലാ സെൻറ്റൻസുകളിലും ഇത് അത്ര ഈസി ആണോ? ദാറ്റ് വി വിൽ ചെക്ക്. ഞാൻ പറയുന്നൊരു സെൻറ്റൻസ്, വാട്ട് ഹീ സെഡ് അബൌട്ട് ടു മീ ഈസ് നോട്ട് കറക്റ്റ്. ഐ വിൽ റിപ്പീറ്റ് ദ സെൻറ്റൻസ്. ഒന്നുകൂടി പറയാം. വാട്ട് ഹീ സെഡ് അബൌട്ട് മീ ഈസ് നോട്ട് കറക്റ്റ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ ആരാണ് സബ്ജക്റ്റ്? എവിടെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒബ്ലീക്ക് കൊടുക്കാൻ സാധിക്കുക? അപ്പോൾ നമ്മൾ നോക്കുന്നു, നേരത്തെ പറഞ്ഞ സെൻറ്റൻസുകൾ പോലെ അത്ര എളുപ്പം ഇതിൻ്റെ സബ്ജക്റ്റിനെ കണ്ടെത്താൻ കഴിയില്ല. വാട്ട് ഹീ സെഡ് അബൌട്ട് മീ ഈസ് നോട്ട് കറക്റ്റ്. അപ്പോൾ ഈ സെൻറ്റൻസിൽ നമ്മൾ ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? എന്നെക്കുറിച്ചാണോ പറയുന്നത്? മീ ആണോ? ഹീ ആണോ ഇതിലെ സബ്ജക്റ്റ്? അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവൻ എന്നെക്കുറിച്ച് എന്താണോ പറഞ്ഞത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ സെൻറ്റൻസിൽ പറയുന്നത്. ശ്രദ്ധിക്കുക, അവൻ എന്നെക്കുറിച്ച് എന്താണോ പറഞ്ഞത് അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ സബ്ജക്റ്റ് ഓഫ് ദിസ് സെൻറ്റൻസ്. വാട്ട് ഹീ സെഡ് അബൌട്ട് മീ ഈസ് നോട്ട് കറക്റ്റ്. അവൻ എന്നെക്കുറിച്ച് എന്താണോ പറഞ്ഞത് അത് ശരിയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകളിൽ നമ്മൾ കാണുന്നത് നൗൺ ക്ലോസുകളാണ്. നമ്മൾ ആദ്യം പറഞ്ഞ സെൻറ്റൻസുകളിലേക്ക് നമ്മൾ നൗൺ അല്ലെങ്കിൽ നാമത്തിനെ വ്യക്തമായി നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിരുന്നു. തോമസ് ആൽവ എഡിസൺ, ചീഫ് മിനിസ്റ്റർ, ഇന്ത്യ, ബേർഡ്സ് തുടങ്ങിയ പദങ്ങൾ. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടത് കുറച്ച് പദങ്ങൾ കൂടിച്ചേർന്ന് ഒരു നൗണിൻ്റെ അല്ലെങ്കിൽ നാമത്തിൻ്റെ ധർമ്മം നിർവഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ പറയുന്നത് നൗൺ ക്ലോസ് എന്നാണ്. അപ്പോൾ നൗൺ ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പരിചയപ്പെടും. എങ്കിലും ഇപ്പം മനസ്സിലാക്കുക, നൗൺ ക്ലോസ് എന്നാൽ എന്താണ്? ഒന്നിലധികം വാക്കുകൾ കൂടിച്ചേർന്ന് ഒരു നാമത്തിൻ്റെ ധർമ്മം നിർവഹിക്കുന്നുവെങ്കിൽ നമ്മൾ അതിനെ നൗൺ ക്ലോസ് എന്ന് വിളിക്കുന്നു. സോ വാട്ട് ഹീ സെഡ് അബൌട്ട് മീ, അവൻ എന്നെക്കുറിച്ച് എന്താണോ പറഞ്ഞത്, ഇത് ഒരു നാമത്തിൻ്റെ ധർമ്മം, ഒരു നൗണിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത് കൊണ്ട് നമ്മളതിനെ നൗൺ ക്ലോസ് എന്ന് പറയുന്നു. അപ്പോൾ വാട്ട് ഹീ സെഡ് അബൌട്ട് മീ കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്ലീക്ക് ഇടുന്നു, ഈസ് നോട്ട് കറക്റ്റ്. അവൻ എന്നെക്കുറിച്ച് എന്താണോ പറഞ്ഞത് അത് ശരിയല്ല. അപ്പോൾ ഇങ്ങനെ ചില സെൻറ്റൻസുകളിൽ നമുക്ക് കുറച്ച് പ്രയാസപ്പെട്ട് വേണം നമുക്ക് സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും കണ്ടെത്താൻ. അപ്പോൾ നമ്മൾ ആദ്യത്തെ എക്സസൈസ് ഇതാണ്. ധാരാളം സെൻറ്റൻസുകൾ കളക്ട് ചെയ്യുക. ഈ സെൻറ്റൻസുകളിൽ നമ്മൾ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും കണ്ടെത്തുക. അപ്പോൾ ഇങ്ങനെ ഒരു എക്സർസൈസ് നമ്മൾ ധാരാളമായി ചെയ്യുക. അതുകൊണ്ട് രണ്ട് പ്രയോജനങ്ങളാണ്. നമ്മൾ കൂടുതൽ സെൻറ്റൻസുകളെ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നു. അപ്പോൾ ആസ് ഐ സെഡ്, ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസാണ്. അപ്പോൾ ധാരാളം സെൻറ്റൻസുകൾ നമ്മളിങ്ങനെ നിരന്തരമായിട്ട് പരിചയപ്പെടുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ ഭാഷയിലുള്ള ഈ വാക്കുകളൊക്കെ ഇങ്ങനെ പഠിച്ചെടുക്കും, കൺസ്ട്രക്ഷൻ പഠിച്ചെടുക്കും. നമുക്കെന്നെ അറിയാം, നമ്മൾ ആദ്യം തിരുവനന്തപുരം എന്നുള്ള വാക്ക് വായിക്കുന്നത് ത ര വ ന. അപ്പോൾ എന്നിട്ട് തര കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിനെ തീ എന്ന് വായിക്കുന്നു. തിരുവ, തിരുവന, തിരുവനന്ത. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കണ്ണുകൾ ഈ എല്ലാ അക്ഷരങ്ങളിലും ചെന്ന് ചാടുന്നില്ല. എവിടെയൊക്കെ ഇടയ്ക്ക് ചില ഭാഗങ്ങളിലൊക്കെ പോയി ചാടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചാടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് പെട്ടെന്ന് ആ വാക്കിനെ മനസ്സിലാക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്. അപ്പോൾ ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ ചിലർക്കൊക്കെ ഒരു അബദ്ധം പറ്റാറുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ചും വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, തിരുവനന്തപുരം ബസ്സും പത്തനാപുരം ബസ്സും വരുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് അബദ്ധത്തിൽ കയറാറുണ്ട്. കാരണം ഈ കണ്ണ് ഇടയ്ക്ക് ജെർക്ക് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ചില പ്രത്യേക അക്ഷരങ്ങളിലേക്ക് ജെർക്ക് ചെയ്ത് പോകും. അപ്പോൾ ഈ പറഞ്ഞത് ധാരാളം സെൻറ്റൻസുകൾ നമ്മൾ പരിചയപ്പെടുമ്പോൾ ആ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ, ആ സെൻറ്റൻസിനെ തുടർന്ന് വരുന്ന ചില പദങ്ങൾ, എസ്പെഷ്യലി പ്രിപ്പോസിഷൻസ് ഒക്കെ അങ്ങനെയുണ്ട്. ചില പ്രത്യേക വേർഡിനോടൊപ്പം ചില പ്രത്യേകമായ പ്രിപ്പോസിഷൻസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മളിത് വരുന്ന ക്ലാസ്സുകളിൽ പരിചയപ്പെടാം.
അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലാക്കി ഗ്രാസ്പ് ചെയ്ത് അതിനെ ഈ സ്വാംശീകരിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായി സെൻറ്റൻസുകൾ എന്ത് ചെയ്യുക, പരിചയപ്പെടുക, അത് പല വേഗതയിൽ വായിക്കുക. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പറയുന്ന എക്സസൈസുകളാണ്. അപ്പോൾ ഇത് ആദ്യത്തെ എക്സസൈസ്, ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സസൈസ്. നമ്മളിപ്പോൾ സിമ്പിൾ ടു കോംപ്ലക്സ് മെത്തേഡാണ്. അപ്പോൾ ധാരാളം സെൻറ്റൻസുകൾ കളക്ട് ചെയ്യുക. ഈ കളക്ട് ചെയ്ത സെൻറ്റൻസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഒബ്ലീക്കിട്ട് തിരിച്ച് സബ്ജക്റ്റും പ്രെഡിക്കേറ്റുമായിട്ട് നമ്മൾ തിരിക്കുക. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ്ജക്റ്റ് വേർഡ്, പ്രെഡിക്കേറ്റ് വേർഡ്, ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് സബ്ജക്റ്റ് വേർഡ്, എന്താണ് പ്രെഡിക്കേറ്റ് വേർഡ്? നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഒന്നുകൂടി നോക്കാം. ബേർഡ്സ് ഫ്ലൈ. ഇത് വളരെ സിമ്പിളായൊരു സെൻറ്റൻസാണ്. ഇതിനകത്ത് 2 പദങ്ങൾ മാത്രമേ ഉള്ളൂ, ബേർഡ്സ് ഫ്ലൈ. സോ സ്വാഭാവികമായിട്ടും ഒരു വാക്ക് ഇതിലെ നൗണും മറ്റേ വാക്കെന്ന് പറയുന്നത് ഇതിലെ പ്രെഡിക്കേറ്റുമായിരിക്കും. ആദ്യത്തെ വാക്ക് ഇതിലെ സബ്ജക്റ്റും രണ്ടാമത്തെ വാക്ക് ഇതിലെ പ്രെഡിക്കേറ്റുമായിരിക്കും. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ പാർട്ടിനെ കൂടുതൽ വാക്കുകൾ ചേർത്ത് നമുക്ക് വലുതാക്കി നോക്കാം. 5 ബ്യൂട്ടിഫുൾ ബേർഡ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് കുറച്ചുകൂടെ ഒന്ന് മാറുന്നു. ബേർഡ്സ് എന്നുള്ള സിമ്പിളായിട്ടുള്ള വേർഡിൽ നിന്ന് 5 ബ്യൂട്ടിഫുൾ എന്നിവയുടെ അഡീഷനോട് കൂടി കുറച്ചുകൂടെ വലിയ ഒരു അർത്ഥം നമുക്ക് കിട്ടുന്നു. 5 ബ്യൂട്ടിഫുൾ ബേർഡ്സ്. ഇനി അതിൻ്റെ പ്രെഡിക്കേറ്റ് പാർട്ടിനെ ഞാൻ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യുന്നു. ഫ്ലൈ ഇൻ ദ എയർ ഫോർ എ പ്രെറ്റി ലോങ് ടൈം. സോ 5 ബ്യൂട്ടിഫുൾ ബേർഡ്സ് ഫ്ലൈ ഇൻ ദ എയർ ഫോർ എ പ്രെറ്റി ലോങ് ടൈം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബേർഡ്സ് ഫ്ലൈ എന്ന സെൻറ്റൻസ് കുറച്ചുകൂടി വലിയൊരു സെൻറ്റൻസ് ആയിട്ട് മാറി. 5 ബ്യൂട്ടിഫുൾ ബേർഡ്സ് ഫ്ലൈ ഇൻ ദ എയർ ഫോർ എ പ്രെറ്റി ലോങ് ടൈം. അപ്പോൾ ഈ സെൻറ്റൻസിൽ നമ്മൾ സബ്ജക്റ്റിനെ തിരിക്കുമ്പോൾ 5 ബ്യൂട്ടിഫുൾ ബേർഡ്സ് എന്നുള്ളത് ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റാണ്. ഫ്ലൈ ഇൻ ദ എയർ ഫോർ എ പ്രെറ്റി ലോങ് ടൈം എന്ന് പറയുന്നത് ഈ സെൻറ്റൻസിൻ്റെ പ്രെഡിക്കേറ്റാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സബ്ജക്റ്റിൻ്റെ ഗ്രൂപ്പിൽ എത്ര വാക്കുകളുണ്ട്. നമുക്കറിയാം 3 വാക്കുകളാണ് 5 ബ്യൂട്ടിഫുൾ ബേർഡ്സ്. അപ്പോൾ ഒന്നിലധികം വാക്കുകൾ സബ്ജക്റ്റിൻ്റെ ഗ്രൂപ്പിൽ വരുന്നത് കൊണ്ട് നമുക്കതിന് പറയാൻ പറ്റുന്ന പേര് കംപ്ലീറ്റ് സബ്ജക്റ്റ് എന്നാണ്. ഇഫ് മോർ ദാൻ 1 വേർഡ് ഈസ് പ്രസൻറ്റ് ഇൻ ദ സബ്ജക്റ്റ് ഗ്രൂപ്പ് വി കോൾ ഇറ്റ് ആസ് കംപ്ലീറ്റ് സബ്ജക്റ്റ്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ് ഇൻ ദ സബ്ജക്റ്റ് ഗ്രൂപ്പ് ഈസ് കോൾഡ് സബ്ജക്റ്റ് വേർഡ്. The most important word in the complete subject is called subject word. ഒന്നിലധികം വാക്കുകൾ സബ്ജക്റ്റ് ഗ്രൂപ്പിൽ ഉണ്ട് എങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് കംപ്ലീറ്റ് സബ്ജക്റ്റ് എന്നാണ്. അപ്പോൾ ഈ കംപ്ലീറ്റ് സബ്ജക്റ്റിലെ ഏറ്റവും പ്രാധാന്യമുള്ള വാക്ക്, ഒഴിവാക്കാൻ കഴിയാത്ത വാക്കിനെ നമ്മൾ വിളിക്കുന്ന പേര് സബ്ജക്റ്റ് വേർഡ് എന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് കാണാൻ പറ്റും 5 നമുക്ക് ഒഴിവാക്കാം, ബ്യൂട്ടിഫുൾ ഒഴിവാക്കാം, പക്ഷേ ബേർഡ്സ് എന്നുള്ള വാക്ക് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. 5 നമുക്ക് ഒഴിവാക്കാം, ബ്യൂട്ടിഫുൾ ഒഴിവാക്കാം, പക്ഷേ ബേർഡ്സ് എന്ന പദം ഒഴിവാക്കാൻ കഴിയില്ല, കാരണം അതിൻ്റെ അർത്ഥം പോകും. അപ്പോൾ നമുക്ക് പറയാം 5 ബ്യൂട്ടിഫുൾ ബേർഡ്സ് എന്നുള്ളത് ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന വാക്കുകൾ കംപ്ലീറ്റ് സബ്ജക്റ്റാണ്. സോ ദ കംപ്ലീറ്റ് സബ്ജക്റ്റ് ഓഫ് ദിസ് സെൻറ്റൻസ് ഈസ് 5 ബ്യൂട്ടിഫുൾ ബേർഡ്സ്. And the most important word in the complete subject is birds. അതുകൊണ്ട് ബേർഡ്സ് എന്ന് പറയുന്ന വാക്ക് ഈ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് വേർഡാണ്. അപ്പോൾ സാധാരണയായിട്ട് സബ്ജക്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഒരു നൗണായിരിക്കും, ചില സമയങ്ങളിൽ ഒരു നൗൺ ക്ലോസുമായിരിക്കും. ഇനി ഇതേപോലെ പ്രെഡിക്കേറ്റിൻ്റെ ഗ്രൂപ്പ് നോക്കുമ്പോൾ ഇഫ് മോർ ദാൻ 1 വേർഡ് പ്രസൻറ്റ് ഇൻ ദ പ്രെഡിക്കേറ്റ് ഗ്രൂപ്പ് ദാറ്റ് ഇസ് കോൾഡ് കംപ്ലീറ്റ് പ്രെഡിക്കേറ്റ്. ഇപ്പോൾ പ്രെഡിക്കേറ്റിൻ്റെ ഗ്രൂപ്പിൽ ഒന്നിലധികം വാക്കുകൾ വരുന്നുവെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് കംപ്ലീറ്റ് പ്രെഡിക്കേറ്റ് എന്നാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം, ഫ്ലൈ ഇൻ ദ എയർ ഫോർ എ പ്രെറ്റി ലോങ് ടൈം. ഇതിൽ ഏതൊക്കെ വാക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും? ഫ്ലൈ എന്ന വാക്ക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വാക്കിനെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ വി ക്യാൻ സീ ദ വേർഡ് ഫ്ലൈ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ് ഇൻ ദ കംപ്ലീറ്റ് പ്രെഡിക്കേറ്റ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സെൻറ്റൻസിൻ്റെ കംപ്ലീറ്റ് പ്രെഡിക്കേറ്റിലെ ഏറ്റവും പ്രാധാന്യമുള്ള പദം എന്ന് പറയുന്നത് ഫ്ലൈ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇസ് ദ പ്രെഡിക്കേറ്റ് വേർഡ്. ആൻഡ് ഫ്ലൈ എന്ന പദത്തിനെ നമ്മൾ പ്രെഡിക്കേറ്റ് വേർഡ് എന്ന് പറയുന്നു. ആൻഡ് ഒബ്വിയസ്ലി ദാറ്റ് വിൽ ബി എ വേർബ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു വേർബ് ആയിരിക്കും, അത് ക്രിയാപദം ആയിരിക്കും. അപ്പോൾ ഒരു സെൻറ്റൻസിലെ ഏറ്റവും പ്രാധാന്യമുള്ള പദം ഏതെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് എ വേർബ്. നമ്മളിപ്പോഴേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു സെൻറ്റൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് വേർബാണ്.
ഒരു വേർബ് മാത്രം വെച്ചുകൊണ്ട് നമുക്കൊരു മീനിങ് ഫുൾ സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ഒരാളിനെ നോക്കിയിട്ട് കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ദാറ്റ് ഈസ് എ സെൻറ്റൻസ്. യു കം, യു സിറ്റ് എന്നാണ് എൻ്റെ അർത്ഥം. സോ യു എന്നുള്ള പദം ദാറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഈ പറയുന്ന വേർബ് അല്ലെങ്കിൽ ക്രിയാപദം മാത്രം ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു സെൻറ്റൻസ് പോലും ഉണ്ടാക്കാൻ പറ്റും. സോ സെൻറ്റൻസിലെ ഏറ്റവും പ്രാധാന്യമുള്ള പദം എന്ന് പറയുന്നത് വേർബാണ്. അപ്പോൾ കംപ്ലീറ്റ് പ്രെഡിക്കേറ്റിലെ ഏറ്റവും പ്രാധാന്യമുള്ള പദം വേർബാണ്. ഒരു സെൻറ്റൻസിലെ ഏറ്റവും പ്രാധാന്യമുള്ള പദവും വേർബ് തന്നെയാണ്. കാരണം ആ വേർബിനെ ഡിപ്പെൻഡ് ചെയ്താണ് ആ സെൻറ്റൻസ് എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ, അല്ലെങ്കിൽ അതിൻ്റെ ടെൻസ് എന്താണ്, അത് ഫൈനൈറ്റ് ആണോ നോൺ ഫൈനൈറ്റ് ആണോ, തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അത് ആക്റ്റീവ് ആണോ പാസീവ് ആണോ, അപ്പോൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിർണ്ണയിക്കുന്നത് ഈ സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർബിനെ മനസ്സിലാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് വേർബ് ഈസ് പ്ലേയിങ് എ വെരി ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ എ സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞു വാട്ട് ഈസ് സബ്ജക്റ്റ്, വാട്ട് ഈസ് പ്രെഡിക്കേറ്റ്. ദാറ്റ് അബൌട്ട് വിച്ച് സംതിങ് ഈസ് സെഡ് ഈസ് കോൾഡ് സബ്ജക്റ്റ്, ആൻഡ് വാട്ട് ഈസ് സെഡ് അബൌട്ട് ദ സബ്ജക്റ്റ് ഈസ് കോൾഡ് പ്രെഡിക്കേറ്റ്. ഏതൊന്നിനെ കുറിച്ചാണോ എന്തെങ്കിലും പറയുന്നത് അതിനെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആഖ്യ എന്ന് പറയുന്നു. സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ എന്താണോ പറയുന്നത്, അല്ലെങ്കിൽ ആഖ്യയെക്കുറിച്ച് നമ്മൾ എന്താണോ പറയുന്നത്, അതിനെ പ്രെഡിക്കേറ്റ് അല്ലെങ്കിൽ ആഖ്യാതം എന്ന് പറയുന്നു. അടുത്തതായി നമ്മൾ പറഞ്ഞത് സബ്ജക്റ്റ് വേർഡ് എന്താണ്, പ്രെഡിക്കേറ്റ് വേർഡ് എന്താണ്, കംപ്ലീറ്റ് സബ്ജക്റ്റ് എന്താണ്, കംപ്ലീറ്റ് പ്രെഡിക്കേറ്റ് എന്താണ്. അപ്പോൾ ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഗ്രൂപ്പിൽ ഒന്നിലധികം പദങ്ങളുണ്ട് എങ്കിൽ നമ്മളതിനെ കംപ്ലീറ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നു. കംപ്ലീറ്റ് സബ്ജക്റ്റിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പദത്തിനെ നമ്മൾ പറയുന്ന പേര് സബ്ജക്റ്റ് വേർഡ് എന്നാണ്. ദാറ്റ് വിൽ ബി എ നൗൺ ഓർ എ നൗൺ ക്ലോസ്. ഇനി പ്രെഡിക്കേറ്റിൻ്റെ ഗ്രൂപ്പിൽ ഒന്നിലധികം പദങ്ങളുണ്ടെങ്കിൽ നമ്മളതിനെ കംപ്ലീറ്റ് പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നു. കംപ്ലീറ്റ് പ്രെഡിക്കേറ്റിലെ ഏറ്റവും പ്രാധാന്യമുള്ള പദം എന്ന് പറയുന്നത് വേർബാണ്, അല്ലെങ്കിൽ ക്രിയയാണ്. ഇതേ ക്രിയ തന്നെയാണ് ഒരു സെൻറ്റൻസിലെയും ഏറ്റവും പ്രാധാന്യമുള്ള